ചിലപ്പോ അവിടുത്തെ അറഫന്റെ അന്നാവില്ല ഇവിടുത്തെ അറഫ. അവിടെ നേരത്തെ കരം, നമ്മൾക്ക് കഴിഞ്ഞിട്ടേ കരം അറഫ. അപ്പൊ അവിടുത്തെ അറഫന്റെ അന്നല്ലേ നമ്മൾ നോമ്പെടുക്കണ്ടേ? അറഫ ദിവസത്തിന് ഒരുപാട് മഹത്വമുണ്ട്. അതിൽ ഒന്നാമത്തെ മഹത്വം അല്യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നത് തന്നെ. പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച ദിവസമാണ് അറഫ ദിവസം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും ഹത്തൽ ഖിയാമ വരെയുള്ള എല്ലാ മസ്അലകളും എല്ലാ കാര്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചത് ഈ അറഫ ദിവസത്തിലായിരുന്നു. ആ ദിവസത്തിൽ പ്രത്യേകം നോമ്പെടുക്കൽ, ഹാജിമാരല്ലാത്തവർക്ക് പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്താണ്. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. മഹാന്മാര് വളരെ സൂക്ഷ്മമായി ഹദീസിനെ നിരീക്ഷിച്ചത് കാണാം. രണ്ട് കാര്യം പറഞ്ഞത്. ഒന്ന്, കഴിഞ്ഞുപോയ വർഷത്തേക്കുള്ള എല്ലാ തെറ്റുകളും പൊറുക്കും, വരാനിരിക്കുന്ന കാലത്തുള്ള തെറ്റുകളും പൊറുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നാ, ഒരു വർഷത്തേക്കൂടെ ആയുസ് അവനിക്ക് ലഭിക്കുന്നല്ലേ. ഒരു വർഷവും ജീവിച്ചാലല്ലേ ഇനി വരാനിരിക്കുന്ന വർഷത്തിലേക്കുള്ള തെറ്റുകൾ പൊറുക്കും എന്ന് സാധ്യമാവുള്ളൂ. അതിന്റെ അർത്ഥം അന്ന് നോമ്പെടുക്കുന്ന ആള് ഇനി അടുത്ത കൊല്ലം വരെ ജീവിക്കും എന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു അക്കോലത്തിൽ നോമ്പെടുക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നടക്കുന്നതും അറഫ ദിവസത്തിലാണ്. ചില ആൾക്കാർ വന്നിട്ട് ഇഷ്കാലാക്കണ കാണാം. അറഫ ദിവസത്തിന് നോമ്പെടുക്കൽ സുന്നത്തല്ലേ? ആ സുന്നത്താണ്. ചിലപ്പോ അവിടുത്തെ അറഫന്റെ അന്നാവില്ല ഇവിടുത്തെ അറഫ. അവിടെ നേരത്തെ കരം, നമ്മൾക്ക് കഴിഞ്ഞിട്ടേ കരം അറഫ. അപ്പൊ അവിടുത്തെ അറഫന്റെ അന്നല്ലേ നമ്മൾ നോമ്പെടുക്കണ്ടേ? അങ്ങനെയല്ല വേണ്ടത്. ദുൽഹിജ്ജ 9 അറഫ. നമ്മൾ ഏത് നാട്ടിലാണുള്ളത്, ആ നാട്ടിൽ എന്നാണ് ദുൽഹിജ്ജ 9 അന്നാണ് ആ നാട്ടുകാർക്ക് അറഫ ദിവസം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ചില ആൾക്കാരൊക്കെ ഇഷ്കാൽ ചോദിക്കുന്നതാണ്, അവിടെ അറഫ ഉണ്ടാണ് അന്നല്ലേ നമ്മളിവിടെ നോമ്പൊൽക്കണ്ട, അന്നല്ല അറഫ ദിവസം, അന്നല്ല അറഫ ദിവസം. എന്നാണോ ദുൽഹിജ്ജ 9 അന്നാണ് അറഫ ദിവസം, അന്നാണ് നോമ്പെടുക്കൽ സുന്നത്തുള്ളത്.